അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസ് ഇതിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് WPLൻ്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള B36-3യുടെ ഒരു അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ലുക്കുമാണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തൊരു സാധനമല്ല, നമുക്കിത് WPLൻ്റെ RC ഗ്രൂപ്പ് തന്നതാണ്. നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും തന്നതൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ ചെറിയൊരു കഥയും കൂടെ ഉണ്ട്. വേണമെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. സോ നമ്മളൊരു കഴിഞ്ഞ കൊല്ലം ഏകദേശം സെപ്റ്റംബർ മാസം തന്നെയാണ് നമ്മൾ WPLൻ്റെ E1 എടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് ആദ്യമായിട്ട് വന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഓർഡർ ആയിരുന്നു. അപ്പോൾ അവരത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു സർട്ടിഫിക്കറ്റ്, നോർമലി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ തന്നെ നമ്മുടെ ഓർഡർ നമ്പറും നമ്മുടെ പേരൊക്കെ വെച്ചിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർട്ടിഫിക്കറ്റ് ഒരു പേപ്പറിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വലിയ കാര്യത്തിന് നമ്മൾ ഇത് ഫ്രെയിമൊക്കെ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഫ്രെയിമിൻ്റെ സാധാരണ ബാക്കിലൊരു നമ്മുടെ കാർഡ്ബോർഡ് പോലത്തെ ടൈപ്പ് തന്നെ പേപ്പറായിരുന്നു ബാക്കിൽ വെച്ചത്, അതിൻ്റെ കവറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ കഴിഞ്ഞ ജൂലൈ ആദ്യമൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമൊന്ന് ചെറിയൊരു ഈർപ്പം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഈർപ്പം വന്നത് നമ്മുടെ ഇത് വെച്ചിരുന്ന ഫ്രെയിം വെച്ചതിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ആ ഈർപ്പം ശരിക്കും ആ കാർഡ്ബോർഡ് നല്ലപോലെ പിടിച്ചെടുത്ത് നമ്മുടെ പേപ്പർ കൊളക്കി കളഞ്ഞു. സോ ഇത്തിരി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, ശരിക്കും അത്യാവശ്യം നല്ല അവരുടെ ലോഗോയുടെയൊക്കെ അവിടെയൊക്കെ കളറൊക്കെ മാറി ഒന്ന് ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്നതിനപ്പോൾ നമ്മൾ അത് നമ്മുടെ ഇതിൻ്റെ WPL RCയുടെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതങ്ങോട്ട് വിട്ടു. നമ്മൾ കഴിഞ്ഞ റൂം ടൂർ ചെയ്തപ്പോൾ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് വിചാരിച്ചാണ്. സർട്ടിഫിക്കറ്റ് ഡാമേജ് ആയതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചായിരുന്നു. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ലാസ്റ്റ് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ അതിന് മുമ്പ് എനിക്കൊരു ഇമെയിൽ കിട്ടി WPL ഗ്രൂപ്പിൻ്റെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ WPLൻ്റെ ഒരു ഫൗണ്ടർ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഗ്രൂപ്പിലിട്ടത്. സോ പുള്ളി അത് കണ്ടിട്ടും പുള്ളി പറഞ്ഞു, എന്താ പറയുക, അങ്ങനെയാണ് ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ WPL E1 വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അവരൊരു ഗിഫ്റ്റായിട്ട് തരാമെന്നും കൂടെ പറഞ്ഞു. നമ്മുടെ അവരുടെ സ്റ്റോറിൽ ഓൾറെഡി നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ വെരിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അവർ നമുക്ക് റിന്യൂഡ് സർട്ടിഫിക്കറ്റ് തന്നു, കളറായിട്ടാണ് തന്നത്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയപ്പോൾ തന്നെ നമ്മളത് ലാമിനേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ E1 സർട്ടിഫിക്കറ്റാണ്. അതുകൂടാതെ അവർ നമുക്ക് പുതിയതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്ന കാര്യം, ഇത് ഉറപ്പായിട്ടും ഇന്ത്യയിലെ ആദ്യത്തെ ഇത് തന്നെയാണ്. ഒഫീഷ്യലാണെങ്കിലും അൺഒഫീഷ്യൽ ആണെങ്കിലും ഈ WPLൻ്റെ B36-3 ട്രാൻസ്പോർട്ടർ എന്നാണ് അതിൻ്റെ പേര്. അത് ഇന്ത്യയിലെ ആദ്യത്തേത് എൻ്റെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയാൽ, ലോഞ്ച് ചെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ലോഞ്ചിന് മുമ്പ് എൻ്റെ കയ്യിൽ സാധനം അവർ ഓർഡർ ഇത് തന്നതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി റിവീൽ ചെയ്യരുത് എന്ന കാര്യം. അവർക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റണ്ണിങ് വീഡിയോ ഇംഗ്ലീഷും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അവർക്ക് അറിയാൻ വളരെ എനിക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം. പക്ഷേ അവർ അറിഞ്ഞതിനപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെ റിക്വസ്റ്റ് വെച്ചു. സോ നമുക്ക് ഫ്രീ ആയിട്ടൊരു സാധനം തന്ന സ്ഥിതിക്ക് നമ്മളത് ഇംഗ്ലീഷും കൂടെ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് എന്തായാലും മലയാളത്തിലായിരിക്കും, മറ്റേത് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. അതല്ലാതെ അത് കഴിഞ്ഞിട്ട് ഒരു റണ്ണിങ് വീഡിയോ എന്തായാലും മലയാളത്തിൽ ചെയ്യും. കാര്യം നമ്മുടെ ചാനൽ മലയാളമാണ്, അതുകൊണ്ട് നമുക്ക് മലയാളികളെ വിട്ട് കളിക്കാൻ വേണ്ടി പറ്റില്ല. സോ എന്തായാലും അതുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. കാര്യം ഈ ഒരു ബോക്സിനകത്ത് നമ്മുടെ B36 ആണുള്ളത്. B36 എന്ന് പറഞ്ഞൊരു 6x6 ട്രക്കാണ്. ഓക്കെ, അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ പുറകിൽ വരുന്ന ട്രെയിലർ വരുന്നത്. ഓക്കെ, അതപ്പോൾ ഇത് ഈ കാണുന്ന സൈസല്ല, ഇതിൻ്റെ ഡബിൾ ഉണ്ട്. ഏകദേശം അത് മടക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ടോപ്പ് ഡൗൺ ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ നടക്കില്ല, നമുക്ക് അതിന് മാത്രമുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഞാനിതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എടുത്ത് കളഞ്ഞിട്ടോ. അതുപോലെ തന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയായിരുന്നു, പക്ഷെ പുറത്തേക്ക് എടുത്തില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റാപ്പൊക്കെ അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതല്ല ഇതിൻ്റെ ഒഫീഷ്യൽ ബോക്സ്, വേറെ ബോക്സിലായിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് പ്രീ പ്രൊഡക്ഷൻ, അതായത് ലോഞ്ചിന് മുമ്പുള്ള ഓർഡർ ആയതുകൊണ്ട് അവരിങ്ങനെ പാക്ക് ചെയ്ത് തന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്, ഒബ്വിയസ്ലി ചൈനീസ് വരുന്നുണ്ട്, അകത്ത് ഇംഗ്ലീഷും വരുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമ്മുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാറ്ററി ചാർജർ, ഇതിൻ്റെ അകത്തും കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ട്രക്കാണ്. അപ്പോൾ ട്രക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചേസസ് B36 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് പല മോഡലുകളുണ്ട്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള മോഡലായിട്ടുള്ള ഒരു ബോഡിയാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ബോക്സ് ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ, അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ അടിയിൽ ഒരു പാർട്ട് കിടക്കുന്നുണ്ട്, എന്ത് പാട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല, എന്തായാലും ഇവിടെ വെക്കാം. അതുകൂടാതെ ഒരു ബാറ്ററിയും വരുന്നുണ്ട്. പിന്നെ കുറേ മറ്റേ ബബിൾ റാപ്പ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ലപോലെ ബബിൾ ട്രാപ്പ് ഇട്ടിട്ടാണ് അവർ തന്നത്. കറക്റ്റ് ഇപ്പോൾ ഇതല്ലെങ്കിൽ ബോക്സ് അല്ലെങ്കിൽ പോലും. അപ്പോൾ ഇതിന് എന്തായാലും നമുക്ക് താഴത്തേക്ക് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഈ ട്രക്കും വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബോക്സിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലും ബബിൾ ട്രാപ്പ് എണ്ണയുണ്ട്. വേറൊരു ടൈപ്പാണ്, ഒരു ഇത്രയും കൂടെ കൂടിയ ടൈപ്പ് സാധനമുണ്ട്. അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ബബിൾ ട്രാപ്പ് കുറേ ഉണ്ട്. അതല്ലാതെ നമ്മുടെ ട്രാൻസ്മിറ്ററും പിന്നെ ട്രെയിലറുമാണ് വരുന്നത്. ട്രെയിലർ ഞാൻ പറഞ്ഞ പോലെ മടക്കിയാണ് വരുന്നത് കേട്ടോ, രണ്ടായിട്ട് മടക്കിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ റിമോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ റിമോട്ടിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ V3 എന്ന് പറഞ്ഞിട്ട് റിമോട്ടാണ്. നമ്മൾ ഓൾറെഡി ഈ ട്രക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കറിയാം റിമോട്ട് 2 ടൈപ്പ് റിമോട്ട് ഉണ്ട്. ഇത് നമ്മുടെ നോർമൽ റിമോട്ടാണ് WPL. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് എക്സ്ട്രാ കൺട്രോൾസ് ഉണ്ട്. ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിഞ്ച് കൺട്രോളാണ്. ഇതിൻ്റെ കേസിൽ എന്തിനാണ് അത് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള റാമ്പ് നമുക്ക് പൊക്കാനും താത്താനും പറ്റും റിമോട്ട് കൺട്രോൾ വഴി. അത് തന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൺട്രോളർ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ E1 വേണ്ടിയിട്ടുള്ളതാണ്. E1 ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ഡ്യുവൽ സ്വിച്ചിങ് ഉണ്ട്. അപ്പോൾ ഒരു റിമോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 2 വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് അത്യാവശ്യം ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതല്ലാതെ ഈ റബ്ബർ ട്രാപ്പൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ സാധനത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിലർ. ഒരു മിനിറ്റ് കേട്ടോ, ബബിൾ ട്രാപ്പ് വെച്ചിട്ട് അവർ പള്ളിപ്പെരുന്നാൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വന്ന് കണക്റ്റ് ആവും. ഇവിടെ കുറച്ച് കേബിൾസും കാര്യങ്ങളൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇവിടെ 2 വയർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഇതിനകത്തേക്ക് വന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, ഇതിനകത്തേക്ക് വന്ന് കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു കേബിൾ ശരിക്കും ഉണ്ടാവും. അതൊക്കെ ഞാൻ തപ്പി എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിലർ നമ്മൾ 2 ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അത് ജോയിൻറ്റ് ചെയ്യാനുണ്ട്. ജോയിൻറ്റ് ചെയ്തിട്ട് എന്തായാലും കാണിക്കാം. അതിനൊരു സ്ക്രൂ ഉണ്ട്, അത് അവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതല്ലാതെ നമുക്ക് കുറേ പാർട്സ് കാര്യങ്ങൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്. സൈഡിൽ അവിടെ ഇവിടെയൊക്കെ മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതല്ലാതെ നമുക്ക് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ്. അത് എൻ്റെ കേസിൽ വന്നാണ്, നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ചാർജർ കാര്യങ്ങൾ, റിമോട്ട്, നമ്മുടെ ട്രക്ക്, ട്രെയിലറിൻ്റെ ഫസ്റ്റ് ഹാഫ്, ഇതാണ് നമ്മുടെ ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ക്വിക്ക് റിലീസ് മെക്കാനിസം ഉണ്ട്, നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഓട്ടോമാറ്റിക്കലി ലോക്കാവും. സോ ഇതിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ B36 വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ 180 സൈസ് ആണെങ്കിൽ ഇതിൽ 286 ആയിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തു. കാര്യം ഇതിന് മറ്റേ E1 വെച്ച് വലിക്കാനുള്ളത് കൊണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പവറായി ഉണ്ടാവും ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഇവിടെയാണ് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സർവോ ഉണ്ട്. ബാക്കി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് 6 വീൽ ഡ്രൈവ് ആണ്, 6x6 ആണ്, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്, കാരണം ഡ്രൈവ് ഷാഫ്റ്റ് പോയിട്ടുണ്ട് ഇങ്ങോട്ട്. അതുപോലെ തന്നെ ഇത് കൗണ്ടർ റൊട്ടേഷൻ ആണ്. ഇത് ഓവർ സൈഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കറങ്ങുന്നത്. അതിനൊക്കെ വേറെ ഗുണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തായാലും പിന്നെ പറഞ്ഞുതരാം. സോ അത്രേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടയേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റാണ്, അത്ര ഹാർഡല്ല, സോഫ്റ്റാണ്. ഇതിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ടയർ ഇത്തിരി ഹാർഡാണ്. ഈ പുറകിലുള്ള ടയർ ഹാർഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെയർ ടയർ ഇതിനകത്തുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ സ്പെയർ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരു സ്പെയർ ടയർ ഉള്ളത് അത് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ, ഇതിൻ്റെ പുറകിൽ തന്നെ ഇരിപ്പുണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളൊന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള ഫൈനൽ ലുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ട്രക്ക് ബെഡ് ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഫിറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്തു. മിററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ ഫിറ്റ് ആയിട്ടുണ്ട്. സ്റ്റിക്കറൊന്നും നമ്മൾ അത്യാവശ്യം ഉപയോഗിച്ചിട്ടില്ല. ആകെപ്പാട് നമ്മുടെ ബാക്കിൽ വരുന്ന 2 സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇവിടെ, അത് മാത്രമേ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടിയ സ്റ്റിക്കേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യം പോലെ ഒട്ടിക്കാം. എവിടേക്കെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഒട്ടിക്കാം. മെയിനായിട്ട് ഒട്ടിക്കേണ്ടതൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ട്രക്ക് ബെഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വിഞ്ച് കൺട്രോൾഡാണ്, അതായത് നമുക്ക് ഇത് റാമ്പ് പൊക്കാനും താത്താനും പറ്റും. അപ്പോൾ അതിനുള്ള കൺട്രോൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാനൊരു പരിപാടി ഉണ്ടായി. കാര്യം നമുക്ക് ഇവിടെ 2 പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 വയർ വരുന്നുണ്ടായി, അപ്പുറത്ത് 2 വയർ വരുന്നുണ്ടായി. അപ്പോൾ ഇതുപോലെ ഇവിടെ 4 സ്ക്രൂവിലാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ കണക്ട് ചെയ്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ സ്ക്രൂവിൻ്റെ അകത്ത് കൂടെ ആ 2 വയർ തൊട്ട് കണക്ട് ചെയ്ത് പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഈ വയർ ഓടി ചെന്ന് ഇവിടെ ചെന്നൊരു പോയിന്റിൽ വന്ന് അവസാനിക്കും. ഇവിടെ ഇട്ടൊരു കണ്ടോ, വേറൊരു പോയിന്റ് ഉണ്ട്, ഫോക്കസ് ആവുന്നില്ല നമ്മൾ കണ്ടോ, ഇവിടെ ഇട്ട് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇട്ടൊരു പോയിന്റ് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു വയർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വയർ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കണക്ഷൻ നടക്കുന്നത്. ബാറ്ററി ഒരു 600 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് കണക്ടർ, ഇപ്പോൾ ഞാൻ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വർക്കിംഗ് എന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു പവർ ബാങ്ക് എടുക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്.
ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ചാർജിങ് ആണ്. ചാർജിങ് ടൈമിൽ റെഡ് കട്ടും. അപ്പോൾ ചിലപ്പോൾ ഫുൾ ചാർജ് ആകുമ്പോൾ ഗ്രീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ലൈറ്റ് കെട്ടും. അപ്പോൾ അതിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് കുറച്ച് സ്പെയർ ആക്സറീസ് ഉണ്ട്. സ്പെയർ ലീഫ് സ്പ്രിങ്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമുക്ക് സ്പെയർ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നമുക്ക് കിട്ടും. സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. ഇതിൻ്റെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലായതുകൊണ്ട് ഇതിൻ്റെ താഴെയുള്ള പാർട്ടുകളെല്ലാം B36ൻ്റെ എല്ലാമായിട്ട് കോമൺ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ഇത്രയും ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യണം. കറക്റ്റായിട്ട് ഫിറ്റായിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ബാറ്ററി എവിടെ ഇടുന്നത് വെച്ചാൽ ഈ ഫ്രണ്ടിലാണ്. നമുക്ക് ഈ ഒരു ബോണറ്റ് വെറുതെ തുറക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇങ്ങനെ വലിയ വെയിറ്റ് ഇല്ല അതിന്. പോയി ഇരിക്കുമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തുറക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്തൊരു കണക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ബേ അത്യാവശ്യം വലുതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഊരാം. ഈ ഒരു കണക്ടർ ഇവിടെ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഊരിയെടുക്കാം. ഒറ്റ കയ്യിലായത് കാരണം പണിയായിരിക്കും. ഓക്കെ, നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാറ്ററി ഇതിനകത്തേക്ക് ഇടുക. ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുക. പവർ ഓൺ ബട്ടൺ ഇവിടെ ആയിട്ടാണ്, ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വരുന്നത്. കേട്ടോ, ഈ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അത് ഓൺ ചെയ്യുക. നമ്മുടെ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണക്ഷൻ കഴിയും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇത് ട്രക്കിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് ഇപ്പോൾ കണ്ടറിയാൻ വേണ്ടി പറ്റും. ഏകദേശം 1 മീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് അളന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൈറ്റിലുണ്ട് കറക്റ്റായിട്ട് എന്തോരം എന്നുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റിമോട്ടൊക്കെ ഓൺ ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരും. കണ്ടോ, ഇപ്പോൾ ഹോട്ടലൊക്കെ പ്രൊപ്പോർഷണലാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം പ്രൊപ്പോർഷണലും കാര്യങ്ങൾക്ക് ത്രോട്ടിലും സ്റ്റിയറിംഗ് ഒക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഹെഡ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബട്ടൺ തന്നെയാണ്, ഈ കാണുന്ന ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ആവും. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഹെഡ്ലൈറ്റ്. ബാക്കിൽ വേറെ സ്ഥലങ്ങളിലൊന്നും ഹെഡ്ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനോടെ ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത്രയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ഈ ഒരു വിഞ്ചായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ. ഈ സൈഡിലേക്ക് ആയി കഴിയുമ്പോൾ ഈ സാധനം പൊങ്ങണം പോയിക്കോളൂ. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. കണ്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. കണ്ടോ, ഇതിങ്ങനെ ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ E1 ഇവിടെ വന്നിരിക്കണം ശരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ E1 വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ. കറക്റ്റായിട്ട് പറഞ്ഞാൽ E1 ഇങ്ങനെ വന്നിരിക്കും. കണ്ടോ, ഇതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇറക്കിയതാണ് ഈ ഒരു ട്രെയിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ വേറൊരു വണ്ടി കയറ്റാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അതായത് ഒരു ചെറിയൊരു വണ്ടി ചിലപ്പോൾ കയറുമായിരിക്കും. എന്നാലും ഒരു E1 കൂടെ കയറ്റാൻ പറ്റില്ല. കയറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്നില്ലെങ്കിൽ പൊക്കത്തേക്ക് വല്ലതും തള്ളേണ്ടി വരും. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരിയർ വണ്ടി എന്നുള്ള രീതിയിലാണ്. 1/60 സ്കെയിലുള്ള വേറെ വണ്ടികളൊക്കെ മിക്കവാറും ഇതിൻ്റെ പൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓഫ് റോഡ് കേപ്പബിലിറ്റിയുടെ കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം എങ്ങനെയെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ, നമുക്കൊരു ഗസ് വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ബാറ്ററി ഇല്ല. അപ്പോൾ ഇതിലെന്തായാലും ബാറ്ററി ഇട്ടിട്ട് എന്തായാലും ഒരു ടെസ്റ്റ് റൺ എന്തായാലും ഞാൻ ഇതിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ കാണുക. ആ വീഡിയോ മിക്കവാറും അൺബോക്സിങ്ങിനെ കാണാൻ നേരത്തെ വരാം, ഇല്ലെങ്കിൽ അൺബോക്സിങ് കഴിഞ്ഞിട്ട് വരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു റഷ്ഡപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാര്യം ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം നമുക്ക് ഉണ്ടായില്ല. ബട്ട് എല്ലാ പാർട്സും ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ സ്റ്റോറിലുണ്ട് $89 സംതിങ് എന്തോ ആണ്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി പ്രൈസിലായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. 7000 സംതിങ് എന്തോ, 8 രൂപ അടുത്ത് സംതിങ് എന്തോ വരും. 8 രൂപ എന്തായാലും വരും ഉറപ്പായിട്ടും. ഷിപ്പിംഗ് ഉൾപ്പെടെ വരുമ്പോൾ അത്രയൊക്കെ തന്നെ ഏകദേശം വരാൻ ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓബ്വിയസ്ലി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുപോലെയുള്ള RC കണ്ടൻസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ടെക് ഗാഡ്ജറ്റ്സിൻ്റെ റിവ്യൂസൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ കണ്ടൻസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ പോലും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ RC ലവിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.